മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വേദാംഗ ജ്യോതിഷമാണ്. അപ്പോൾ ജ്യോതിഷത്തെ പറ്റി പറയുന്നത് വേദത്തിന്റെ കണ്ണുകളെന്നാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കണ്ണുകൾക്കുള്ള പ്രാധാന്യം നമുക്കറിയാം. അപ്പം പറയുന്നത് എന്താണ്? ജ്യോതിഷത്തിനെ വേദത്തിന്റെ കണ്ണുകളെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേദങ്ങൾ എന്ന് പറയുമ്പോൾ 4: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. നമ്മൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ ഈ വേദങ്ങളുടെ സ്ട്രക്ചറാണ് ഈ അംഗങ്ങൾ എന്ന് പറയുന്നത്, വേദാംഗങ്ങൾ. അതിൽ വരുന്ന പ്രധാനമായിട്ടും വരുന്നത് ജ്യോതിഷം, കൽപ്പം, നിരുത്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്. അപ്പൊ അതിൽ ഈ 6 അംഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ജ്യോതിഷം മാത്രമാണ്. ബാക്കിയെല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോ വേദങ്ങൾ 4, ആ വേദങ്ങളുടെ അംഗങ്ങൾ 6 ഉണ്ട്. 6 എന്ന് പറയുമ്പോൾ ജ്യോതിഷവും, കൽപ്പവും, നിരുത്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്. അതിൽ പിന്നെ പറയുന്നത് ജ്യോതിഷം. അതിൽ നമ്മൾ ജ്യോതിഷം മാത്രമേ എടുക്കുന്നു. ഈ ജ്യോതിഷത്തിന് 3 സ്കന്ധങ്ങളും 6 അംഗങ്ങളും. ഈ സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗവതം 10-12 സ്കന്ധങ്ങളുണ്ട്. ഇപ്പൊ രാമായണമാണെങ്കിൽ കാണ്ഡം, മഹാഭാരതമാണെങ്കിൽ പർവം എന്ന് പറയും. അതേപോലെ ഓരോ അധ്യായം എന്നുള്ള നിലയ്ക്കാണ് ഈ ജ്യോതിഷത്തിന് 3 സ്കന്ധങ്ങളും 6 അംഗങ്ങളും ഉണ്ടെന്ന് പറയും. അപ്പം ഗണിതം, സംഹിത, ഹോര എന്ന് പറയുന്ന 3 സ്കന്ധങ്ങളും, ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം എന്ന് പറയുന്ന 6 അംഗങ്ങളുമുണ്ട് ജ്യോതിഷം. അപ്പം ജ്യോതിഷത്തിന് വേദങ്ങളിൽ നിന്നും വേദാംഗങ്ങളിൽ നിന്നും ജ്യോതിഷം എടുത്തു. ആ ജ്യോതിഷത്തിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. അതിൽ നിന്നിങ്ങനെ 3 സ്കന്ധങ്ങളും അതിന് 6 അംഗങ്ങളും ഉണ്ട്. അപ്പോ ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം എന്ന് പറയുന്ന 6 അംഗങ്ങൾ, 3 സ്കന്ധങ്ങളും. അപ്പൊ എന്താണ് ഈ ഓരോ അംഗങ്ങളും? ജ്യോതിഷത്തിന്റെ അംഗങ്ങളായ 6 ഓരോന്നും എന്താണ്? ജാതകം. ജാതകം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതായത് ജനന സമയത്തെ ആസ്പദമാക്കി ഫലം പറയുന്ന രീതിയാണ് ജാതകം. നമ്മളുടെ പഴയ, അതായത് വാസനകളെല്ലാം കൂടി വന്ന് നമുക്ക് ഒരു ജന്മം കിട്ടി. ആ ജന്മസമയത്ത് നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരുന്നു ഈ കാലചക്രത്തിൽ എന്ന് നോക്കിയിട്ട് അത് വച്ച് സമയം പറയുന്ന രീതി, അതായത് ഫലം പറയുന്ന രീതിയാണ് ജാതകം. ഗോളം എന്ന് പറഞ്ഞാൽ ഭൂമി, മറ്റ് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇവയുടെ സ്വരൂപ നിരൂപണങ്ങളാണ്. നിമിത്തം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ശകുനങ്ങളെ കൊണ്ട് ഫലം പറയുന്ന രീതിയാണ് നിമിത്തം. അപ്പോ ഈ നിമിത്തം ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഒരു ജ്യോതിഷനെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് എന്ത് വേണം? അയാൾക്ക് പരദേവത അല്ലെങ്കിൽ കുലദേവതയുടെ അനുഗ്രഹവും വേണം, ഉപാസനാമൂർത്തിയുടെ പിൻബലം വേണം. പിന്നെ അയാള് നക്ഷത്ര വന്ദനം, രാശിവന്ദനം, ഗ്രഹവന്ദനം എല്ലാം ചെയ്യുന്ന ഒരാളിന് മാത്രമേ ഈ നിമിത്തങ്ങളെ തത്സമയം നിരൂപിച്ചെടുക്കാൻ കഴിയും. ശകുനങ്ങളെന്നോ നിമിത്തങ്ങളെന്നോ പറയും. അതായത് ഇത്രയേ ഉള്ളൂ. അയാള് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അയാളുടെ അടുക്ക ഒരാൾ വരികയോ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന അയാളുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന സംഗതി. ചിലപ്പോൾ ഒരു നിലവിളി ആയിരിക്കാം,
അല്ലെങ്കിൽ ഒരു അലർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ വർത്തമാനം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടി കയറി വരാം, അല്ലെങ്കിൽ രണ്ട് മൃഗങ്ങൾ തമ്മിൽ കടികൂടാം, അല്ലെങ്കിൽ രണ്ട് പക്ഷികൾ തമ്മിൽ ഒത്തുകൂടാം. ഇതെല്ലാം നമ്മൾ ആ വരുന്ന വ്യക്തിയുടെ കാര്യങ്ങളിലേക്ക് ഘടിപ്പിക്കാനുള്ള ബുദ്ധി ഒക്കെ വേണം, ജ്യോതിഷന് വേണം. അല്ലെങ്കിൽ വന്ന ആളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് ഈ പറഞ്ഞ പോലെ ഈ ഉപാസനാമൂർത്തിയും അല്ലെങ്കിൽ പരദേവത, കുലദേവത അവരുടെ അനുഗ്രഹവും, പിന്നെ നക്ഷത്രബന്ധനം, രാശിബന്ധനം, ഗ്രഹബന്ധനം ഒക്കെ ചെയ്തിരിക്കുന്ന ദൈവജ്ഞൻ എന്ന തലത്തിലേക്ക് ഉയർന്ന ഒരു ജ്യോതിഷനെ അത് പറ്റും. നിങ്ങളെല്ലാം ആ നിലയിൽ വരണമെന്നാണ് നമ്മളുടെ താല്പര്യം. അടുത്ത പ്രശ്നം, അതായത് താൽക്കാലികമായി ഒരു ആരൂഢം ഉണ്ടാക്കി അതുകൊണ്ട്, ആരൂഢം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ കവടി വെച്ചിട്ട് കർക്കിടകം, വൃശ്ചികം, മീനം എന്നൊക്കെ മാറ്റി അവസാനങ്ങൾ കേട്ട് കാണും, അങ്ങനെ എടുക്കുന്ന ആരൂഢം. അപ്പം താൽക്കാലികമായ ഒരു ആരൂഢം ഉണ്ടാക്കി അതുകൊണ്ട് ഫലം പറയുന്നതാണ് പ്രശ്നം. പിന്നെ പറയുന്നത് മുഹൂർത്തം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വിവാഹം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ, അല്ലെങ്കിൽ മംഗളകാര്യങ്ങളുടെ എല്ലാം കാലനിർണയം നടത്തുന്നതാണ് മുഹൂർത്തം. ഒരു മുഹൂർത്തം എടുക്കാൻ ഒരു ജ്യോതിഷൻ മുഹൂർത്തം എടുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ നല്ല ജ്യോതിഷനായി എന്നാണ്. കാര്യം നവദോഷങ്ങളെ ഒഴിവാക്കി വേണം മുഹൂർത്തം എടുക്കാൻ. അപ്പൊ നവദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും, നിങ്ങൾ പഠിക്കും. അപ്പോൾ ആ നവദോഷങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം മുഹൂർത്തം എടുക്കാൻ. അങ്ങനെ മുഹൂർത്തം എടുക്കാൻ പഠിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതി എല്ലാ നവദോഷങ്ങളെയും ഒഴിവാക്കി നമുക്ക് ഒരു മുഹൂർത്തം എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് മുഹൂർത്ത പ്രായച്ചിത്തങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ഗണിതം. ഗണിതം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സ്ഥിതി, ഗതി, വിഗതി. അതായത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു. അപ്പൊ നമുക്കൊരു പ്രതിഭാസമായിട്ട് തോന്നാം, ചില ഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് പിറകിലേക്ക് സഞ്ചരിക്കുന്നതായി തോന്നാം. അത് തോന്നല് മാത്രമാണ്. ഒരിക്കലും ഇത്രയും മാസമായിട്ടുള്ള ഒരു ഗ്രഹം ഒരിക്കലും പിറകിലേക്ക് സഞ്ചരിക്കില്ല. അതിന് നമ്മൾ വക്രഗതി എന്ന് പറയും, അല്ലെങ്കിൽ വിഗതി എന്ന് പറയും. അത് നമ്മൾ കാൽക്കുലേഷനിലുണ്ട്. പിന്നെ പറഞ്ഞത് ഗ്രഹങ്ങളുടെ അതിചാരം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള സഞ്ചാരം. ഒരു ഗ്രഹവും അങ്ങനെ പെട്ടെന്ന് സഞ്ചരിക്കുന്നില്ല. ബസിന്റെ സ്പീഡ് കൂട്ടുന്നത് പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. അവരുടെ ആ ഒരു വെലോസിറ്റി അനുസരിച്ച് അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, അതിൽ മാറ്റം വരുന്നു. അപ്പോ ഇതാണ് ഈ ജ്യോതിഷത്തിന്റെ 6 അംഗങ്ങൾ. നമ്മൾ ഇത്രയും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു ആമുഖമാണ്. അങ്ങനെ ഈ യഥാർത്ഥ ജ്യോതിഷ വിഷയത്തിലേക്ക് വരാനുള്ള ഒരു ആമുഖമാണ് പറഞ്ഞത്. വേദങ്ങൾ 4, ആ വേദങ്ങൾക്ക് 6 അംഗങ്ങളുണ്ട്. ജ്യോതിഷം, കൽപ്പം, നിരുത്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ് എന്ന് പറയുന്ന 6 അംഗങ്ങളുണ്ട്. അതിൽ നമ്മൾ ജ്യോതിഷം മാത്രം എടുക്കുന്നു. ആ ജ്യോതിഷത്തിന് 3 സ്കന്ധങ്ങളും 6 അംഗങ്ങളും ഉണ്ട്. ഗണിതം, സംഹിത, ഹോര എന്ന് പറയുന്ന 3 അംഗങ്ങളും, ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം എന്ന് പറയുന്ന 6 അംഗങ്ങളും ഉണ്ട്. അതിൽ ഓരോന്നും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മൾ ഇത്രയും പറഞ്ഞത് യഥാർത്ഥ ജ്യോതിഷ വിഷയത്തിലേക്ക് വരാനുള്ള ഒരു ആമുഖം, അല്ലെങ്കിൽ ഒരു മുഖവുരയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ നേരെ പറയുന്നത് രാശി. എന്താണ് രാശിചക്രം? നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ആ സ്ക്രീനിലേക്ക് നോക്കിയാൽ അറിയാം രാശിചക്രം. അതായത് രാശിചക്രം എന്ന് പറഞ്ഞാൽ, അപ്പോ സ്ഥലത്തിനും സമയത്തിനും പ്രാധാന്യമുണ്ട്. രാശിചക്രം എന്ന് പറയുന്നത് നക്ഷത്ര പ്രാധാന്യമേറിയതാണ്, ഗ്രഹങ്ങളുടെ പ്രാധാന്യമേറിയതാണ്, സമയത്തിന് പ്രാധാന്യമുണ്ട് രാശിക്ക്. അപ്പൊ എങ്ങനെയാണ് ഈ രാശി, അല്ലെങ്കിൽ എന്താണ് ഈ രാശിചക്രം, അല്ലെങ്കിൽ കാലചക്രം എന്നൊക്കെ പറയുന്ന സംഭവം എന്താണ്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ 4 മൂലകളും 4 ചുവരുകളും ചേർത്ത് ഒരു വൃത്തമായി സങ്കല്പിക്കുക. ആ വൃത്തം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് കരുതിയാൽ, അതായത് ഈ കാണുന്നത് പോലെ, സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു വൃത്തമാണ് രാശിചക്രം. അപ്പോ നിങ്ങളുടെ 4 ചുവരുകളും 4 മൂലകളും ചേർത്ത് ഒരു വൃത്തമായി സങ്കല്പിച്ച് അത് നമ്മളുടെ തലയ്ക്ക് മുകളിലാണെന്ന് ചിന്തിച്ചാൽ ഇതേപോലെ കാണാം. അത് രാശിചക്രം. അതാണ് രാശിചക്രം. ഇത് നമ്മൾ ഭൂമിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാസ്തവമായിട്ട് ദിക്കുകളെയും രാശികളെയും എല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പോ ഒരു വൃത്തത്തിന്റെ റേഡിയസ് നമുക്കറിയാം,
വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് 12 രാശികളാണുള്ളത്. രാശിചക്രത്തിന് 12 രാശികളാണുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മലയാള മാസത്തിൽ 12 മാസങ്ങൾ ചേരുന്നതാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പൊ രാശിചക്രത്തിനെ പോലെ തന്നെ നമുക്ക് മലയാള മാസങ്ങൾ, ഇംഗ്ലീഷ് മാസമായാലും ശരി മലയാള മാസമായാലും ശരി 12 മാസങ്ങളുണ്ട്. ഈ മലയാള മാസങ്ങൾക്കുള്ള പേരുകൾ തന്നെയാണ് രാശിചക്രത്തിനും ആചാര്യൻ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രാശിചക്രത്തിന് മലയാള മാസങ്ങളുടെ പേര് എന്ന് പറയുമ്പോൾ മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം മുതലാണ്. നമ്മുടെ കലണ്ടറൊക്കെ ഇറങ്ങുന്നത്, അല്ല നമ്മുടെ കലണ്ടർ അല്ല, നമ്മുടെ പഞ്ചാംഗമെല്ലാം ഇറങ്ങുന്നത് ചിങ്ങമാസത്തിൽ മുതലാണ്. അപ്പോ ഈ രാശികൾക്ക് കൊടുത്തിരിക്കുന്ന പേരുകളും ഈ മാസങ്ങളുടെ പേരുകൾ തന്നെ എന്ന് പറഞ്ഞു. പക്ഷേ മാസം അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലാണ്. എന്നാൽ രാശിചക്രം ആരംഭിക്കുന്നത് മേടം രാശി മുതലാണ്. അപ്പോ നമ്മളൊരു കോമ്പസിൽ ഒരു പെൻസിൽ ഘടിപ്പിച്ചിട്ട് നമ്മളൊരു വൃത്തം വരച്ചാൽ അതിൻ്റെ തുടക്കവും അവസാനവും ഒരു ബിന്ദുവിലാവും. കോമ്പസിൽ നമ്മൾ വൃത്തം വരയ്ക്കുമ്പോൾ അറിയാം, അതിന്റെ തുടക്കം ഒരു സ്ഥാനമുണ്ട്, അതിന്റെ അവസാനവും ഉണ്ട്. അത് രണ്ടും ഒരു സ്ഥലത്താണ്. അപ്പോ പറഞ്ഞു ഒരു വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ 12 രാശികൾ, ഈ 360 ഡിഗ്രിയുള്ള വൃത്തത്തിനെ 12 രാശികളാക്കി മാറ്റുമ്പോൾ ഓരോ ഭാഗത്തിനും 30 ഡിഗ്രി വീതം വരും. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ 30 ഡിഗ്രി വീതമുള്ള 12 രാശികൾ ചേർന്നതാണ് രാശിചക്രം. പഴയകാല ജാതകങ്ങളിലൊക്കെ ഈ രാശിചക്രം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആയിരുന്നു പഴയ ഓലയിലൊക്കെ ഉണ്ടായിരുന്ന രാശിചക്രം. പിന്നെയാണ് അത് കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം കാണുന്ന രീതിയിലേക്ക് ഒരു ദീർഘ ചതുരത്തിനകത്ത് തുല്യമായിട്ടുള്ള 12 രാശികളെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ പറഞ്ഞു ഒരു വൃത്തം ആരംഭിക്കുന്നത് ഒരു ബിന്ദുവിൽ, അവസാനിക്കുന്നതും ഒരു ബിന്ദുവിലുണ്ട്. അപ്പോ മാസങ്ങളുടെ പേരുകളാണ് രാശികൾക്കും കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറഞ്ഞാൽ മേടം രാശിയാണ്. അതായത് ആ മീനത്തിന്റെ അവസാനത്തെ ആ ഒരു ലൈൻ മുതൽ 30 ഡിഗ്രി ചേർന്നതാണ് മേടം രാശി എന്ന് പറയുന്നത്. അപ്പോൾ രാശിചക്രത്തിന്റെ ആരംഭ രാശി മേടം രാശി എന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ടോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഈ ആചാര്യന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതായത് നക്ഷത്ര സമൂഹങ്ങളിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മേടം രാശിക്ക് അടുത്താണെന്നും അതുകൊണ്ടാണ് മേടം രാശിയെ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, മറ്റൊരു കൂട്ടർ പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ നാഥനായ സൂര്യന്റെ ഉച്ചരാശി. അപ്പൊ നമ്മൾ പഠിക്കും ഗ്രഹങ്ങൾക്ക് 4 അവസ്ഥകളുണ്ട്: സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം. കാര്യം എപ്പോഴും ഫലം പറയുന്നത് ഗ്രഹങ്ങളുടെ ബലത്തിനെ ആസ്പദമാക്കിയാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ സൂര്യന്റെ ഉച്ചരാശിയാണ് മേടം. അതുകൊണ്ടാണ് മേടം രാശിയെ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ ഒരു ദിവ്യ നക്ഷത്രം ഉണ്ടെന്നും ആ ദിവ്യ നക്ഷത്രത്തിന്റെ പ്രകാശം അല്ലെങ്കിൽ രശ്മികൾ ഭൂമിയിലേക്ക് വരുന്നത് മേടം രാശിയിൽ കൂടിയാണ്. അതുകൊണ്ടാണ് മേടം രാശിയെ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറയും. 3 തർക്കങ്ങളുണ്ട്. ഇതിൽ ഏതായാലും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കുക, രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറഞ്ഞാൽ മേടം രാശിയാണ്. അങ്ങനെ ക്രമത്തിൽ മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്ന് പറയുന്ന 12 രാശി. അപ്പോ രാശിചക്രം നക്ഷത്ര പ്രാധാന്യം. ഇപ്പൊ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ രാശിചക്രവും നക്ഷത്രവും തമ്മിലുള്ള ബന്ധം, രാശിചക്രവും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധം,
പിന്നെ അതിനകത്ത് സമയം, അതായത് 12 രാശിയും 27 നക്ഷത്രങ്ങളും, 12 രാശിയും 27 നക്ഷത്രങ്ങളും 9 ഗ്രഹങ്ങളും ചേർത്തുള്ള സമയം കൊണ്ടുള്ള ഒരു കളിയാണ് ജ്യോതിഷം എന്ന് നമ്മൾ തമാശ രൂപയിൽ പറയും. കാര്യം നമ്മളുടെ കണക്കെല്ലാം സമയത്തിന്റെ കണക്കാണ്. അപ്പോൾ പറഞ്ഞു ഒരു രാശിക്ക് 30 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 കലയാണെന്നുള്ള കാര്യം. അതായത് 60 സെക്കൻഡ് 1 മിനിറ്റ്, 60 മിനിറ്റ് 1 മണിക്കൂർ എന്ന് പറയുന്നത് പോലെ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 കലയാണ്. ഇത് ഒരു അടിസ്ഥാനമാണ്. ഇത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാൻ പറ്റും. ഗണിതത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഇത് ആവർത്തിച്ച് ഇത് മനസ്സിലാക്കുക. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 കലയാണ്. സാധാരണ നമ്മൾ ഈ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹസ്ഫുടം പറയുമ്പോൾ രാശി, ഭാഗ, കല, വികല എന്നാണ് പറയുന്നത്. അപ്പം പറഞ്ഞു മേടം രാശിയാണ് രാശിചക്രത്തിന്റെ ആരംഭരാശി. ഒരു രാശിയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണെന്ന് പറയും. അങ്ങനെ 30 ഡിഗ്രിയുള്ള 12 രാശികൾ ചേർന്നതാണ് ഒരു രാശിചക്രം. അപ്പോൾ രാശിചക്രത്തിനെ പറ്റി ഒരു ചെറിയ ഒരു ധാരണയായെന്ന് വിചാരിക്കുന്നു. ഇനി സാധാരണ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ നിങ്ങൾ ജ്യോതിഷം പഠിക്കുന്നു അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും. വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ അവര് പറയുന്ന ആ ചില കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അവർക്കുള്ള മറുപടി എന്ന നിലയിലാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, സൂര്യൻ ഒരു നക്ഷത്രമാണ്, ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, പിന്നെ ചൊവ്വ, ബുധനും വ്യാഴവും ശുക്രനും ശനിയും മാത്രമേ പഞ്ചഗ്രഹങ്ങളായിട്ടുള്ളൂ. പിന്നെയുള്ളത് രാഹു കേതുക്കളാണ്. രാഹു കേതുക്കൾ എന്ന് പറഞ്ഞാൽ 2 കാൽക്കുലേറ്റഡ് പോയിന്റുകളാണ്. അപ്പം ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് നിങ്ങൾ ഗ്രഹം എന്ന് പറയുന്നത് തെറ്റല്ലേ? കാര്യം 5 ഗ്രഹങ്ങളല്ലേ ഉള്ളൂ. പ്ലാനറ്റ് എന്ന ഗ്രഹം പറയുമ്പോൾ 5 എണ്ണല്ലേ ഉള്ളൂ. ചൊവ്വയും ബുധനും വ്യാഴവും ശുക്രനും ശനിയും. ബാക്കി രാഹുവും കേതുകളും 2 കാൽക്കുലേറ്റഡ് പോയിന്റുകളാണ്. പിന്നെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഉപഗ്രഹമാണ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്. പിന്നെ എല്ലാത്തിനെയും കൂടി ചേർത്ത് എങ്ങനെയാണ് ഈ ഗ്രഹം എന്ന് പറയുന്നത്? അത് തെറ്റല്ലേ? അപ്പോൾ നമുക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു സംസ്കൃത ശബ്ദത്തിന്റെ അർത്ഥം ഗ്രഹിക്കുക, സ്വാധീനിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ള വിധത്തിലാണ്. അല്ലാതെ പ്ലാനറ്റ് എന്ന മീനിങ്ങിലല്ല ആചാര്യൻ അവിടെ ഗ്രഹം എന്ന് ഇത്രയും എണ്ണത്തിന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത്, നമ്മളെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചന്ദ്രനാണ്. ആ ചന്ദ്രന്റെ സ്വാധീനം എങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് കാലവർഷ സീസണാണ്. ആ സീസണിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും. അപ്പോൾ സമുദ്രജലത്തിനെ ഇത്രയും ഉയരത്തിലേക്ക് വലിച്ചു ഉയർത്താൻ ചന്ദ്രന് കഴിയുമെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ജല തത്വമാണ് മനുഷ്യനും അല്ലെങ്കിൽ ഈ ഭൂമിയിലും ഈ ജീവജാലങ്ങൾക്കും എല്ലാം ഉള്ളത്. അപ്പോൾ അത് ആ ചന്ദ്രന് സമുദ്രത്തിനെ മാത്രമല്ല നമ്മളെയും സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു മെഡിക്കൽ ജേണലിൽ പറയുന്നത്, കാർഡിയാക് പ്രശ്നം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് തിങ്കളാഴ്ച ഏർലി മോർണിംഗിൽ എന്നാണ്. അപ്പം തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ചന്ദ്രന് പ്രാധാന്യമുള്ള ദിവസം, ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യന് പ്രാധാന്യമുള്ള ദിവസം. അപ്പോൾ ഈ തിങ്കളാഴ്ച ഏർലി മോർണിംഗിൽ നമ്മൾ പഠിക്കുമ്പോൾ പറയും ഹോര എന്ന് പറയും. ഓരോ ആഴ്ചയും അതാത് വാരാധിപന്റെ ഹോരയായിരിക്കും എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ വരുന്നത് ചന്ദ്രന്റെ ഹോരയാണ്. ചന്ദ്രന് നമ്മളെ രക്തവുമായിട്ട് അല്ലെങ്കിൽ ശരീരത്തിന്റെ ജലവുമായിട്ടൊക്കെ വളരെയധികം ബന്ധമുണ്ട്. ഇപ്പോൾ രക്തം ശരീരത്തിൽ കൂടി നരമ്പിൽ കൂടി ഒഴുകുന്ന രക്തത്തിന്റെ കാരകത്വം ചന്ദ്രനാണ്. അപ്പോൾ ഈ രക്തവുമായി ബന്ധപ്പെട്ടാണ് ഈ കാർഡിയാക് പ്രശ്നം ഉണ്ടാകുന്നത്. അതങ്ങനെ അത് ഈ തിങ്കളാഴ്ച ദിവസം ഏർലി മോർണിംഗിൽ എന്ന് പറയും. പിന്നെ ഉള്ളത് ഈ ചന്ദ്രന്റെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ
ചെറിയ മാഡിനെസ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കളിയൊക്കെ പറയും ഇങ്ങനെ ചെറിയ ലൂസ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് ഈ അമാവാസി അല്ലെങ്കിൽ പൗർണമി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ചന്ദ്രൻ എത്തുമ്പോൾ അവരുടെ ഈ രോഗാവസ്ഥയ്ക്ക് കൂടും. അതേപോലെ ഈ അവസ്മാര രോഗികൾ, പിന്നെ ഈ കാസം രോഗികൾ, അതായത് ഈ ബ്രോങ്കൈറ്റിസ് പോലുള്ള അല്ലെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരുന്ന രോഗികൾക്കൊക്കെ ഈ ചന്ദ്രന്റെ, അതായത് ഈ അമാവാസിയോ അല്ലെങ്കിൽ പൗർണമിയോ ഒക്കെ അടുത്ത് വരുമ്പോഴാണ് ഇവർക്ക് വിഷയങ്ങളുണ്ടാവുന്നത്. അപ്പൊ പ്രകൃതിയിൽ നമ്മൾ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ മൃഗങ്ങൾ ഇണചേരാനുള്ള ടെൻഡൻസി കാണിക്കും ഈ അമാവാസിക്കോ അല്ലെങ്കിൽ പൗർണമിയോടോ അനുബന്ധിച്ച്. അപ്പോൾ ഇതെല്ലാം ആ ചന്ദ്രന്റെ സ്വാധീനം എങ്ങനെ ഭൂമിയിലെ എല്ലാവർക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഗ്രഹിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഭൂമിയെക്കാലം എത്രയോ മടങ്ങ് വലുപ്പമുള്ള സൂര്യന് ഭൂമിയിലെ ജീവജാലങ്ങളെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും. അതേപോലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഈ ഓരോ ഗ്രഹങ്ങളുടെയും തത്വങ്ങൾ നമ്മളുടെ ഈ മൂലാധാരം മുതൽ ഈ മനുഷ്യന് അല്ലെങ്കിൽ സാധാരണ നമുക്ക് 7 ചക്രങ്ങൾ, അത് ആധാരങ്ങളെന്ന് പറയും. ഈ മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെയുള്ള 7 ആധാരങ്ങളിൽ ഓരോ ഗ്രഹങ്ങളുടെയും സാന്നിധ്യമുണ്ടെന്ന് നമ്മളെ ഈ യോഗശാസ്ത്രം പറയുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ബന്ധപ്പെടുത്തിയാണ് ഈ പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രീതി. അപ്പൊ എന്തായാലും ശരി, ഈ അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞു. അങ്ങനെ വിമർശനത്തിനുള്ള മറുപടി പറഞ്ഞു. ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് എന്ന മീനിങ്ങിലല്ല, നമ്മളെ സ്വാധീനിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന മീനിങ്ങിലാണ് അവിടെ ഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അടുത്ത ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ അതിന്റെ മാതൃ നക്ഷത്രത്തിനെ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളെല്ലാം കൂടി ചേർന്ന് അതിന്റെ മാതൃ നക്ഷത്രത്തിനെ ചുറ്റുന്നു. അത് പ്രത്യേക ആംഗിളിലായിരിക്കും. അപ്പൊ പിന്നെ എങ്ങനെയാണ് സൂര്യൻ ശരാശരി ഒരു ദിവസം 1 ഡിഗ്രി ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ശരാശരി 1 ഡിഗ്രി സഞ്ചരിക്കുമെന്ന് നിങ്ങൾ പറയാം. സൂര്യൻ ഒരു നക്ഷത്രമാണ്, നക്ഷത്രങ്ങൾക്ക് ചലനമില്ല. പിന്നെ എങ്ങനെ ഈ നക്ഷത്രം നിങ്ങളുടെ 12 രാശിയിൽ കൂടി ശരാശരി 1 ഡിഗ്രി ഒരു ദിവസം സഞ്ചരിക്കുന്നു എന്ന് എങ്ങനെ പറയും? അപ്പൊ അതിന്, അതായത് ഭൂമി തന്റെ അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചരിഞ്ഞ് പടിഞ്ഞാറ് നിന്നും കിഴക്ക് ഭാഗത്തേക്ക് ദീർഘവൃത്താകൃതിയിൽ, അതായത് ഓവൽ ഷേപ്പിലാണ്, കറക്റ്റ് വൃത്തത്തിലല്ല, ദീർഘവൃത്തത്തിലാണ് ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നത്. അതോടൊപ്പം തന്നെ ഭൂമി സ്വയം തിരികെയും ചെയ്യുന്നു. അപ്പോ നിങ്ങൾ വേഗതയേറിയ ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നതായി തോന്നാതിരിക്കുകയും ചുറ്റുമുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് ഭൂമി 23.5 ഡിഗ്രി ചരിവിൽ ദീർഘവൃത്താകൃതിയിൽ സൂര്യനെ ചുറ്റുമ്പോൾ കിഴക്ക് നിൽക്കുന്ന സൂര്യൻ പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നും. അത് എന്ത് ചെയ്തു? ഈ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് ഭൂമിയാണ്. അപ്പൊ ഭൂമിയുടെ സഞ്ചാരത്തെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഭൂമിയുടെ സഞ്ചാരത്തെ സൂര്യനിലേക്ക് ആരോപിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് ഭൂമിയാണ്, സൂര്യനല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ തത്വം ഇതാണ്. നമ്മൾ വേഗതയേറിയ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ട്രെയിനിലോ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നതായി തോന്നാതിരിക്കുകയും ചുറ്റുമുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്നതായി തോന്നുകയും ചെയ്യും. അപ്പോൾ ഭൂമിയുടെ ഈ നല്ല സ്പീഡിൽ കറങ്ങുന്നപ്പോൾ ഇങ്ങനെ ഈ കിഴക്ക് നിൽക്കുന്ന സൂര്യൻ പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നതായി ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് തോന്നും. അങ്ങനെയാണ് ഉദയവും അസ്തമനവും ഒക്കെ ഞങ്ങൾ സങ്കല്പിക്കുന്നത്. അപ്പൊ ഭൂമിയുടെ സൂര്യനെ മാത്രം ചുറ്റുന്നതല്ല, ഭൂമി അതേസമയം സൂര്യനെ ചുറ്റുന്നതോടൊപ്പം സ്വയം തിരികുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് രാവും പകലും, പിന്നെ ആഴ്ചയും മാസവും വർഷവും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 വിമർശനങ്ങൾക്കുള്ള മറുപടി. പിന്നെ അടുത്ത് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ ഏത് സിനിമയിലേക്കാണെങ്കിൽ പോലും ഈ ജാതകത്തിന്റെ ഉള്ളിൽ ഗ്രഹങ്ങളെ എഴുതിയിരിക്കുന്നത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ഗ്രഹനിലയ്ക്കകത്ത് ഗ്രഹങ്ങളെ എഴുതുന്നത് ചുരുക്കപ്പേരിലാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് അവര് സാധാരണ ഈ ജ്യോതിഷത്തെ അല്ലെങ്കിൽ മഹാശാസ്ത്രത്തിനെ കളിയാക്കുന്നത്. അവന്റെ കാ എവിടെ നിൽക്കുന്നു, പൂ നിൽക്കുന്നു, ഷൂ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഈ ശാസ്ത്രത്തിനെ ഈ കളിയാക്കുന്ന
വിഷയം. അതായത് ഈ സൂര്യനെ നമ്മൾ രവി എന്ന് വിളിക്കും. നിങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഈ സൂര്യന്റെ പര്യായങ്ങൾ ഭാനുവെന്നും മാർത്താണ്ഡനെന്നും ദിനകരനെന്നും ദിവാകരനെന്നും ദിനേശനെന്നൊക്കെ നമ്മൾ പഠിച്ചു കാണും. അപ്പൊ അത് രവി, അതായത് രവിവാർ, ഞായറാഴ്ച എന്ന് പറഞ്ഞത് സൂര്യന് പ്രാധാന്യമുള്ള ദിവസമായത് കൊണ്ടാണ് രവിവാർ എന്ന് ഹിന്ദിക്കാർ പറയും. അപ്പം സൂര്യനെ നമ്മൾ എന്ത് ചെയ്യും? രവി എന്ന് വിളിച്ച് രാ എന്നുള്ള അക്ഷരം കൊണ്ട് രേഖപ്പെടുത്തും. ചന്ദ്രന് മാറ്റമില്ല, ചന്ദ്രന്റെ ആദ്യത്തെ അക്ഷരമായ ചാത തന്നെയാണ്. ചൊവ്വയെ നമ്മൾ കുജൻ എന്ന് വിളിക്കും. കുജൻ, ചായല്ല ജായ, ചായ ആണെങ്കിൽ അർത്ഥം വ്യത്യാസം വരും. അപ്പൊ ചൊവ്വയെ കുജൻ എന്ന് വിളിച്ചിട്ട് ആദ്യത്തെ അക്ഷരം കു. ബുധന് മാറ്റമില്ല, ബുധൻ തന്നെയാണ്, ബുധന് ആദ്യത്തെ അക്ഷരം. അതേപോലെ വ്യാഴത്തിനെ നമ്മൾ ഗുരു എന്ന് വിളിക്കും. ആ സ്ക്രീനിൽ നോക്കി അറിയാം, എല്ലാം എഴുതിയിട്ടുണ്ട്. വ്യാഴത്തിനെ നമ്മൾ ഗുരു എന്ന് വിളിച്ചിട്ട് ആദ്യത്തെ അക്ഷരം, ഗുരുവിന്റെ ആദ്യത്തെ അക്ഷരം കൊണ്ട് വ്യാഴത്തെ സൂചിപ്പിക്കും. അതേപോലെ ശുക്രന് മാറ്റമില്ല, ശുക്രൻ തന്നെയാണ്. ശനിയെ മന്ദൻ എന്ന് വിളിക്കും. മന്ദൻ, മന്ദൻ എന്ന് വിളിക്കുമ്പോൾ അവിടെ നമ്മൾ എന്താണ് മാ എന്ന് കാണും. രാഹുവിനെ സർപ്പൻ എന്ന് വിളിക്കും. സർപ്പൻ എന്ന് വിളിച്ച് സാ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. കേതുവിനെ ശിഖി എന്ന് വിളിക്കും. ശിഖി എന്ന് വിളിച്ച് ഈ ശിഖിയുടെ ആദ്യത്തെ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അടുത്തുള്ളത് ഗുളികനാണ്. ഗുളികനെ മാന്തി എന്ന് വിളിക്കും. അതായത് ശനിയുടെ പുത്രനാണ് ഗുളികൻ എന്നാണ് പറയുന്നത്. അപ്പൊ മന്ദന്റെ പുത്രനായത് കൊണ്ടാണ് മാന്തി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ കേരളത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹമാണ്, അല്ലെങ്കിൽ കേരള ജ്യോതിഷത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ഗുളികൻ അല്ലെങ്കിൽ മാന്തി. അപ്പോൾ ഈ മാന്തി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രശ്നത്തിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ജനനവും മരണവും ഇല്ലാതെ, ജനനവും മരണവും ഗുളിക ബന്ധമില്ലാതെ ഒരു ജനനവും മരണവും ഇല്ലെന്നൊക്കെയാണ് പഴയ ആചാര്യന്മാരൊക്കെ പറയുന്നത്. അപ്പൊ പുതിയ ആയിട്ടുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന ജ്യോതിഷത്തിലൊക്കെ പറയുന്നു ഇതൊക്കെ ഗുളികനും രാഹു കേതുക്കളൊക്കെ തമോഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് വളരെ പ്രസക്തിയില്ല, അവരുടെ ദൃഷ്ടിയും യോഗമൊന്നും പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞാലും പാരമ്പര്യ ജ്യോതിഷികൾ പറയുന്നു ഇവർക്കെല്ലാം ഗുളികന് 3 കണ്ണെന്നാണ്. അതായത് നിൽക്കുന്ന രാശിയുടെ 2ലും 12ലും പിന്നെ 7ാം ഭാവത്തിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ടെന്നാണ്. അപ്പോൾ ഗുളികന് നമുക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാലും അതിന്റെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ രാഹു കേതുക്കൾ. അപ്പോ രാഹു കേതുക്കൾക്ക് പ്രാധാന്യം ഇല്ലെന്ന് പറയുന്നതിൽ അതിന്റെ ഒരു കാര്യം പറയുമ്പോൾ സൂര്യനെ സംബന്ധിച്ചാണെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കാം. മൗഢ്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ നിൽക്കുന്നതിന്റെ 5ഓ 10ഓ ഡിഗ്രിക്കകത്ത് ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന് മൗഢ്യം സംഭവിക്കും. അതായത് ഫലദാന ശേഷിയില്ല. എങ്ങനെ? ഒരു വലിയ ഒരു ഹാലജൻ ലൈറ്റിന്റെ അടുത്ത് നമ്മൾ ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചാൽ എങ്ങനെയാണ് ആ ടോർച്ച് ലൈറ്റ് അവിടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതാണ് മൗഢ്യം. അപ്പൊ സൂര്യന് മറ്റ് ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കാൻ കഴിയും. എന്നാൽ ഈ രാഹുകേതുക്കൾക്ക് സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹണപ്പെടുത്താൻ കഴിയും. അതായത് പൂർണ്ണമായിട്ട് മറയ്ക്കാൻ കഴിയും. പൂർണ്ണ ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണം നമ്മൾ കണ്ടു കാണും. അപ്പൊ ഇവർക്ക് എന്താണ് അത്തരത്തിൽ ആ ഗ്രഹങ്ങളിലെ ചന്ദ്രനെയും സൂര്യനെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവരുടെ ദൃഷ്ടിയും യോഗവും ഒക്കെ നമ്മൾ പരിഗണിക്കണം. അപ്പം ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ ചുരുക്കെഴുത്താണ് നമ്മൾ ഈ സ്ക്രീനിൽ അല്ലെങ്കിൽ നേരത്തെ കാണുന്നത്. അപ്പോൾ നമുക്ക് രാശി ചക്രമായി, ഗ്രഹങ്ങളുടെ ചുരുക്കപ്പേരായി, പിന്നെ രാശികളുടെ പേരായി, പിന്നെ ഉള്ളത് ഈ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി. ഇത്രയും ഭാഗങ്ങളിൽ ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? അങ്ങനെ സ്പീഡ് കൂടി പോണെന്നോ അതോ ശ്രാങ്ക വ്യത്യാസം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? മനസ്സിലാകാതെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. എങ്കിലേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പോകും. തുടക്കത്തിലേ നമുക്ക് അങ്ങനെ ക്ലിയർ ചെയ്ത് പോകണം.
ആർക്കും പറയാം, അഭിപ്രായം പറയാം. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സാർ. പറ്റുന്നുണ്ട്. ആ, ശരി ശരി ശരി. സാർ ചെറിയൊരു സംശയം. ആ, സാർ ഇപ്പൊ സൂര്യന്റെ കൂടെ ശുക്രൻ നിന്നാൽ മൗഢ്യം എന്നാണോ കണക്ക്? അതായത് നമ്മള് ഒരു രാശി ഇപ്പൊ നിൽക്കുന്നത് മീനൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് വിചാരിച്ചു. ആ സൂര്യൻ നിൽക്കുന്നതിന്റെ അപ്പൊ ഒരു രാശിക്ക് 30 ഡിഗ്രി ഉണ്ട്. ആ സൂര്യൻ എത്രാമത്തെ ഡിഗ്രിയിലാണോ നിൽക്കുന്നത് അതിന്റെ 5 ഡിഗ്രി അല്ലെങ്കിൽ 10 ഡിഗ്രിക്കകത്ത് ഏത് ഗ്രഹം വന്നാലും ആ ഗ്രഹത്തിന് മൗഢ്യം വരും. 5 ഡിഗ്രി അല്ലെങ്കിൽ 10 ഡിഗ്രിയുടെ അകത്ത് ഏത് ഗ്രഹം വന്നാലും അത് ചന്ദ്രൻ വരുമ്പോ മൗഢ്യമല്ല. അവിടെ എന്താണ് സൂര്യൻ ചന്ദ്രൻ ഒരു രാശിയിൽ ഒരേ ഡിഗ്രിയിൽ വരുമ്പോ അമാവാസിയ. ശുക്രന് ഏറ്റവും കൂടുതൽ മൗഢ്യം വരുന്നത് ശുക്രനും ബുധനുമാണ്. കാര്യം ഇവർ രണ്ടുപേരും സൂര്യൻ നിൽക്കുന്ന രാശിയിലോ സൂര്യൻ നിൽക്കുന്നതിന്റെ പുറകിലോ മുമ്പത്തെ രാശിയിൽ നിൽക്കും. എപ്പോഴും സൂര്യന്റെ കൂടെ കാണും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറയാം. അതായത് നമ്മൾ വേദാംഗ ജ്യോതിഷമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. വേദങ്ങൾ 4: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഓരോ വേദത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പറയുന്നത് വേദങ്ങൾക്ക് 6 അംഗങ്ങളുണ്ടെന്നാണ്. എങ്ങനെ? ജ്യോതിഷം, കൽപ്പം, നിരുത്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ് എന്ന് പറയുന്ന 6 അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളിൽ നിന്നും നമ്മൾ എന്താണ് ജ്യോതിഷം മാത്രമാണ് എടുക്കുന്നത്. ആ ജ്യോതിഷത്തിന്റെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിന് 3 സ്കന്ധങ്ങളും 6 അംഗങ്ങളും ഉണ്ടെന്ന് പറയുന്നു. ഗണിതം, സംഹിത, ഹോര എന്ന് പറയുന്ന 3 സ്കന്ധങ്ങളും ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം എന്ന് പറയുന്ന 6 അംഗങ്ങളും ഉണ്ട്. അതിൽ എന്താണ് ജാതകം? അതായത് ഒരു വ്യക്തി ജനിച്ച സമയത്ത് ഗ്രഹനില തയ്യാറാക്കി അതുകൊണ്ട് ഫലം പറയുന്ന രീതി. അപ്പം അതിൽ നിന്നും അറിയാം പൂർവ്വജന്മ പുണ്യമുള്ള ആളാണോ, അല്ലെങ്കിൽ ഈശ്വരാധീനമുള്ള ആളാണോ, അല്ലെങ്കിൽ ജനന സമയത്ത് ഈശ്വരാധീനം കുറഞ്ഞ ആളാണോ. പിന്നെ ഇതിൽ വേറൊരു വിഷയം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരാളിന് നല്ല ദശയും നല്ല അപകാരവുമായിരിക്കും. നിങ്ങൾ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്. നല്ല ദശയും നല്ല അപകാരവുമാണ് നടക്കുന്നത്. എന്നാൽ അയാൾക്ക് ആ കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ പ്രസ്തുത ടൈമിൽ അയാൾക്ക് വളരെ ദുരിതങ്ങൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, കടം, അല്ലെങ്കിൽ അതേപോലുള്ള മാനസിക അസ്വാസ്ഥ്യം, അല്ലെങ്കിൽ രോഗങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു, വാഹന അപകടങ്ങൾ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താ? അത് എന്തെന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രശ്നം. അതായത് തൽക്കാലത്ത് സമയത്ത് അയാൾക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അയാളുടെ വിഷയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വരാനുള്ള കാരണം എന്താണ്, അതാണ് പ്രശ്നം. അപ്പം പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു വലിയ സബ്ജക്റ്റാണ്. അപ്പൊ നമ്മൾ ഈ അടിസ്ഥാനം ഭംഗിയായിട്ട് പഠിച്ചാലേ നമുക്ക് ആ പ്രശ്നത്തിലേക്ക് പോകാൻ പറ്റും. അപ്പം പ്രശ്നം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു ആളിന്റെ ഒന്നുകിൽ വീട്ടിലേക്ക് ക്ഷണിക്കും, അല്ലെങ്കിൽ അവര് നിങ്ങളെ കാണാൻ നിങ്ങളുടെ സ്ഥലത്തേക്ക് വരും. അപ്പൊ അതിനൊക്കെ ഒരു ചുറ്റാവട്ടങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നം എങ്ങനെ തുടങ്ങണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ള കാര്യം. അപ്പൊ അത് മാത്രമല്ല, അത് നമുക്ക് ഈ ഒരു ഗൂഢശാസ്ത്ര പഠനത്തിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനമാണ്. അപ്പൊ ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാവരുടെയും കുടുംബത്തിൽ പരദേവത കാണും, കുലദേവത കാണും. അപ്പൊ ചിലർ സംശയം പറയും, അച്ഛന്റെ എടുക്കണോ അമ്മയുടെ എടുക്കണോ? അച്ഛന്റെ കുടുംബത്തിൽ ദേവത ഉണ്ടെങ്കിൽ അതിനെ എടുക്കണം, അമ്മയുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതിനെ എടുക്കണം. കാര്യം ഒരാൾ മാത്രം വിചാരിച്ചാൽ സന്താനം ഉണ്ടാവില്ലല്ലോ. അപ്പൊ 2 ദൈവങ്ങളെയും പരിഗണിക്കും. പിന്നെ അവരവരുടെ ഇഷ്ട ദേവത, അത് ഏതെങ്കിലും ദേവതയോട് പ്രത്യേക താല്പര്യം കാണാം. അതല്ലെങ്കിൽ മന്ത്രദീക്ഷ ആണെങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ നിന്ന് ഒരു മന്ത്രദീക്ഷ കിട്ടിയ ദേവതയാകാം. അതാണ് ഉപാസന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ ഈ നക്ഷത്രവന്ദനം, രാശിവന്ദനം, ഗ്രഹവന്ദനം, അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലേക്ക് നമ്മൾ പഠിക്കും.
ഇത്രയൊക്കെ ഇപ്പോഴേ ശീലിച്ചാൽ മാത്രമേ അടുത്ത ഒരു 6-7 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ അതിൻ്റെ ആ ഈശ്വരാധീനം എന്താണെന്നുള്ള കാര്യം മനസ്സിലാകും. അപ്പൊ എൻ്റെ ആശാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ജ്യോതിഷൻ ഒരു ജാതകം രചനയ്ക്ക് ഇരിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഉള്ള ഒരു ജ്യോതിഷനാണെങ്കിൽ അയാളുടെ മേശയ്ക്ക് ചുറ്റും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ദേവതകളുടെ സ്വാധീനം ഉണ്ടാവുന്നതാണ്. കാരണം ഈ ജ്യോതിഷൻ പറയുന്നത് അതേപടി ഫലിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രഹങ്ങളും ഈ ദേവതകളും സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ജാതകമൊക്കെ എഴുതുമ്പോൾ എന്താണ്, നല്ല ഫലങ്ങളെ പെരുപ്പിച്ചും മോശ ഫലങ്ങളെ കുറച്ചും എഴുതണം, സൂചനകൾ കൊടുത്തു പോയാൽ മതി. അതേപോലെ നിങ്ങളിപ്പോൾ ജ്യോതിഷം പഠിക്കാൻ ആരംഭിച്ചു, ഇനി നിങ്ങൾക്ക് ഇതേപോലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ ആയിരുന്നാൽ പോലും മറ്റുള്ളവരായിരുന്നാലും ശരി, നമ്മൾ ഒരു നെഗറ്റീവ് അഭിപ്രായം പറയരുത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പയ്യൻ ഒരു ബൈക്കിൽ വളരെ റാഷായിട്ട് ഡ്രൈവിങ് ചെയ്ത് സൗണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകും. അത് കാണുമ്പോൾ നമ്മൾ സാധാരണക്കാരാണെങ്കിലും പറയും, ഇതങ്ങ് എത്തുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. കാര്യം ഇനി മുതൽ നിങ്ങൾ ഈ ശാസ്ത്രം പഠിച്ചു തുടങ്ങുന്ന ഒരു മഹത്തായ, അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് എന്താണ്, ഡിവൈൻ സയൻസ് എന്നാണ്. ഇത് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റില്ല, യോഗമുള്ളവനെ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയതിൻ്റെ അന്ന് ഏകദേശം 10-60ഓളം പേരുണ്ട്. പക്ഷേ പഠിക്കാനുള്ള യോഗം ഉണ്ടായത് നിങ്ങൾക്ക് ഇത്രയും പേരൊക്കെ ഉള്ളൂ, തുടക്കത്തിലെങ്കിലും. അപ്പൊ അതുകൊണ്ട് ആ ഈശ്വരാധീനം വരുമ്പോൾ നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു പരമാവധി ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് വരും എങ്കിലും നമ്മൾ അതിനെ മനസ്സിനെ നിയന്ത്രിച്ച് പരമാവധി അങ്ങനെയൊക്കെ ഒന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒന്നുള്ളത്, ഈ വിശ്വാസികളോട് മാത്രമേ നമ്മൾ ഏത് ശാസ്ത്രമായാലും വിശ്വാസമുള്ളവരോട് മാത്രമേ പറയാവൂ. അതേപോലെ പിന്നെ നിങ്ങൾ പഠിക്കുന്നു അറിയപ്പോൾ ബസ് സ്റ്റാൻഡിൽ വെച്ചോ അല്ലെങ്കിൽ യാത്രയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലോ ഒക്കെ വച്ചിട്ട് നിങ്ങളുടെ ഒന്ന് കൈ കാണിക്കുകയോ അല്ലെങ്കിൽ ഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. അത് നമ്മൾ പൊതുവേദിയിൽ ഒരിക്കലും ഇത് കൈകാര്യം ചെയ്യാൻ പാടില്ല, അതും കൂടെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു ജാതകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ രഹസ്യമാണ്. അതൊക്കെ നമ്മൾ വളരെ ഗോപ്യമായിട്ട് അല്ലെങ്കിൽ ഒരു മുറിക്കകത്തിരുന്ന് ചർച്ച ചെയ്യാനുള്ള സംഗതികളാണ്. അപ്പം മേടം രാശിയാണ് രാശിചക്രത്തിന്റെ ആരംഭ രാശി. അതായത് ഒരു വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി എന്ന് പറഞ്ഞു. ആ 360 ഡിഗ്രി വ്യാസമുള്ള ഒരു വൃത്തത്തിനെ 12 സമഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ഓരോ ഭാഗത്തിനും 30 ഡിഗ്രി വീതം വരും. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 30 ഡിഗ്രി വീതമുള്ള 12 രാശികൾ ചേർന്നതാണ് ഒരു രാശിചക്രം. അപ്പൊ രാശിചക്രത്തിന് മലയാള മാസങ്ങളുടെ പേരുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മലയാള മാസം എന്ന് പറയുമ്പോൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം എന്ന് പറയുന്ന 12 മാസങ്ങൾ. ഈ മാസങ്ങളുടെ പേരുകൾ തന്നെയാണ് ആചാര്യൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ രാശി ചക്രത്തിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രാശിചക്രം ആരംഭിക്കുന്നത് മേടൻ രാശി മുതലാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുമ്പോൾ അതിന്റെ തുടക്കവും ഒടുക്കവും ഒരു ബിന്ദുവാണ്. അപ്പം ആ മേടൻ രാശിയുടെ 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള ഭാഗമാണ് മേടം രാശി. അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 കലയാണ്. എങ്ങനെ 60 മിനിറ്റ് 1 മണിക്കൂർ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ 60 സെക്കൻഡ് 1 മിനിറ്റ് എന്ന് പറയുന്നത് പോലെ നമുക്ക് സമയത്തിന്റെ കണക്കാണ്. ഹോര എന്ന് പറയുന്ന, അതായത് നമ്മൾ പഠിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വരാഹ മിഹിരാചാര്യരുടെ ഹോരയാണ്. ആ ഹോരയിൽ നിന്നാണ് ഇംഗ്ലീഷിലെ അവർ, HOUR സമയം എന്ന് പറഞ്ഞത് ഈ ഹോരയിൽ നിന്നാണ്. ഹോര എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ ഇംഗ്ലീഷിലെ അവർ ഉണ്ടായത്. അപ്പം സമയത്തിന്റെ കണക്കാണ്, അല്ലെങ്കിൽ സമയത്തിന്റെ ശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് സൂര്യനെ രവി എന്ന് വിളിച്ച് രാ എന്നുള്ള അക്ഷരങ്ങൾ കൊണ്ടും, ചന്ദ്രന്റെ മാത്രമില്ല മാറ്റമില്ല, ചന്ദ്രൻ തന്നെയാണ്. ചൊവ്വയെ കുജൻ എന്ന് വിളിക്കുന്നു, അതിന്റെ കുജന്റെ ആദ്യത്തെ അക്ഷരം. ബുധന് പ്രത്യേകതകളൊന്നുമില്ല, ബുധൻ തന്നെയാണ്. പിന്നെ വ്യാഴത്തിനെ ഗുരു എന്ന് വിളിക്കും. അതേപോലെ ശുക്രന്റെ മാറ്റമില്ല, ശുക്രൻ തന്നെയാണ്, ശുക്രന്റെ ആദ്യത്തെ അക്ഷരം. പിന്നെ ശനിയെ മന്ദൻ എന്ന് വിളിക്കും, അതായത്
കാലിന് മുടന്തുള്ളവനാണ് മന്ദൻ. അതായത് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ശനിയാണ്. അതായത് 2.5 വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കും. അപ്പോൾ ശനിക്ക് കാലിൽ മുടന്തുള്ളത് കൊണ്ടാണ് പതുക്കെ സഞ്ചരിക്കുന്നത് എന്നാണ് തമാശ രൂപയിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മന്ദൻ എന്ന് വിളിക്കുന്നത്. പിന്നെ പറയുന്നത് രാഹു കേതുക്കൾ. രാഹുവിനെ സർപ്പൻ എന്ന് വിളിക്കും, കേതുവിനെ ശിഖി എന്ന് വിളിക്കും. പിന്നെ ഉള്ളത് ഗുളികനാണ്. ഗുളികനെ മാന്തി എന്ന് വിളിക്കും. അതായത് മാ എഴുതി ഒരു ദീർഘാടയാളം കൂടി ഇടും. കാര്യം ശനിയുടെ പുത്രനാണ് ഗുളികൻ, മന്ദന്റെ പുത്രനാണ് മാന്തി. അപ്പൊ മന്ദന്റെ പുത്രനായത് കൊണ്ടാണ് മാന്തി എന്ന പേര് വന്നത്. ഇത്രയാണ് നമ്മൾ രാശി ചക്രത്തിനുള്ളിൽ ഗ്രഹങ്ങളെ രേഖപ്പെടുത്തുന്ന വിധം. പിന്നെ വിമർശനങ്ങൾക്കുള്ള മറുപടിയൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഇന്ന് പഠിച്ചത് 1ാമത്തെ ചാപ്റ്റർ ആണ്. ഇതേപോലെ 18 ചാപ്റ്ററുകളുണ്ട്. വളരെ ലളിതവും എന്നാൽ അല്പം ഗഹനവുമായിട്ടുള്ള ചാപ്റ്ററുകളാണ് ഇനി ഉള്ളത്. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാത്തതിന്റെ കാര്യം ചിലപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ ആരെങ്കിലും ഒക്കെ വരണം കണ്ടാൽ അവർക്ക് ഒന്നുകൂടി പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അതൊരു ബോറിംഗ് ആവും. അതുകൊണ്ടാണ് ഈ കൂടുതലിലേക്ക് പോകാത്തത്. ഇനി 1-2 കാര്യങ്ങളൊക്കെ ലാൽ സാറ് പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. നമസ്തേ. നമസ്തേ. സാർ, ഈ പുസ്തകം ഏതാണ്? പഠിക്കാനാ വേണ്ടിട്ടാണോ? അതെ. അല്ല, ഈ നമ്മള് വേറൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ പുസ്തകം വായിച്ച് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് അയച്ചു തരുന്ന അതേപോലെയുള്ള രീതിക്കല്ല പുസ്തകങ്ങളിലൊക്കെ. അത് ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചുള്ള പുസ്തകങ്ങളാണ്. അപ്പൊ നമുക്കിപ്പം പഠിക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ തൽക്കാലം നിങ്ങൾ പുസ്തകങ്ങളൊന്നും വായിക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? നമ്മൾ ഇവിടുന്ന് നോട്ട് അയച്ചു തരും. അതിന് നിങ്ങൾ പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ ബുക്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യുക. അവസാനം ക്ലാസ് കഴിയുന്ന സമയത്ത് ഈ 18 ചാപ്റ്റർ ഒരുമിച്ച് നിങ്ങൾക്ക് വീണ്ടും അയച്ചു തരും. അപ്പോഴും നിങ്ങൾക്ക് അത് കാര്യം ആ ഒരു രീതിക്കാണ് നമ്മൾ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് പലതും പല സ്ഥലത്തായിരിക്കും. നമ്മൾ ഇതുപോലെ ഓർഡർ ആയിരിക്കില്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ജാതകം എങ്ങനെ എഴുതണം എന്നുള്ള കണക്കിനേക്കാണ് നമ്മൾ ആ സിലബസ് ഇരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് പഠിക്കാൻ പറ്റത്തില്ല. തൽക്കാലം ഇപ്പോൾ പുസ്തകങ്ങളൊന്നും വായിക്കാം. പറയും ചന്ദ്രിക കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ബാച്ചിലുള്ള ഇന്നത്തെ ഇത് കണ്ടതുകൊണ്ട് കയറിയതാ. വ്യാഴാഴ്ച ഉള്ള ബാച്ചിലുള്ളതാണ്. കഴിഞ്ഞ ബാച്ചിലുള്ള ആളായിരുന്നു ചന്ദ്രിക അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ് കൊള്ളാമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ? കൊള്ളായിരുന്നു. എല്ലാം അന്ന് പിടിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് മനസ്സിലാക്കാൻ. അത് 10 ചാപ്റ്റർ വരെ ആയി. എല്ലാ ചാപ്റ്ററൊന്നും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. പഠിക്കാൻ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ചേർന്നേ. അതെ.
ഈ ആദ്യത്തെ ക്ലാസ് രണ്ടെണ്ണം എനിക്ക് കിട്ടിയില്ലായിരുന്നു, അപ്പൊ ഇന്ന് കയറിയപ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ ആയി. കുറച്ച് ക്ലിയറായി. അതെ, ശരി. നമ്മുടെ ഈ പുസ്തകങ്ങള് നമ്മൾ പല ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഇവിടെ നോട്ട്സ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ അടിസ്ഥാന ജ്യോതിഷത്തിനുള്ള നോട്ട്സ് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ പുസ്തകങ്ങളൊന്നും വാങ്ങണ്ട. അത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇതിന്റെ അഡ്വാൻസ് കോഴ്സ് വരുന്നുണ്ട്, പ്രശ്നം മുഹൂർത്തം അങ്ങനെയുള്ള കോഴ്സുകൾ വരും. അന്നേരം ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും വാങ്ങിയാൽ മതി. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അത് അന്നേരം സാറ് പറഞ്ഞു തരും, അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോഴെന്തായാലും പ്രത്യേകിച്ച് ഒന്നും വാങ്ങണ്ട. ഇനി അടുത്ത ക്ലാസ് വരുന്നത് 9-ാം തീയതിയാണ്, ചൊവ്വാഴ്ച. അടുത്ത ഇതുപോലെ ചൊവ്വാഴ്ചകളിലായിരിക്കും അടുത്ത മാസത്തെ ക്ലാസ്സുകൾ. 9, 16, 23, 30 ആയിരിക്കും വരുന്ന ക്ലാസ് വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ നോട്ട്സും കൂടെ തരുന്നുണ്ട്. നിങ്ങളിതെല്ലാം നന്നായി ഒരാഴ്ച സമയം ഉണ്ടാകും. എല്ലാവരും നന്നായി വായിച്ചും പഠിച്ചും മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അഡ്മിൻ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ ചോദിച്ചാൽ മതി. സാറേ, 9-ാം ആ ക്ലാസ് എനിക്ക് കയറാൻ പറ്റുമോ? ആ ക്ലാസ്സുകളിലും എനിക്ക് കയറാൻ പറ്റുമോ? 2-3 ക്ലാസ് ഞാൻ കൂടെ കേൾക്കും. അതൊന്നും കുഴപ്പമില്ല. നമസ്തേ. അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. ഈ അഡ്വാൻസ് കോഴ്സ് എന്ന് പറയുന്നത് ഇത് തീർന്നിട്ട് പിന്നെ അടുത്ത കോഴ്സാണ് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങും. ഇപ്പം തുടങ്ങിയായിരുന്നു, പക്ഷെ നിങ്ങൾ ബേസിക് പഠിക്കാതെ അതിലോട്ട് പോയിട്ട് കാര്യമില്ല. തീർന്നിട്ടേ ഉള്ളൂ, തീർന്നിട്ടില്ലേ? നമ്മുടെ ജാതക സംബന്ധമായ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പ്രശ്നം എങ്ങനെ പ്രശ്നം വെക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട മുഹൂർത്തം കാണുക, ഇതൊക്കെയാണ് അഡ്വാൻസ് കോഴ്സിനകത്ത് വരുന്നത്. നമ്മുടെ അടുത്ത് ജ്യോതിഷം നോക്കാൻ വരുന്നവരുടെ പല കാര്യങ്ങളും നമ്മൾ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. താൽക്കാലിക പ്ലാനറി പൊസിഷനൊക്കെ പരിശോധിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ അതെല്ലാം വരുന്നത് അഡ്വാൻസ് ക്ലാസ്സിലാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് 15-10 വർഷം കൊണ്ടൊക്കെയാണ് ഓരോരുത്തർ പഠിച്ചത്. ഞാൻ ജ്യോതിഷം 6 വർഷം യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിട്ടാണ് ജ്യോതിഷം പഠിച്ചത്. അപ്പോൾ നമ്മളൊരു ഇതിൽ നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കുക. അതാണ് നിങ്ങൾക്ക് ശ്ലോകങ്ങളൊന്നും പഠിപ്പിക്കാത്തത്. ശ്ലോകങ്ങളെല്ലാം പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സമയം തന്നെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ശ്ലോകങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക് പഠിച്ചതിന് ശേഷം അഡ്വാൻസ് ക്ലാസ്സുകളിൽ ശ്ലോകങ്ങൾ പറഞ്ഞു തരും. അന്നേരം അത് താല്പര്യമുണ്ടെങ്കിൽ ശ്ലോകങ്ങൾ പഠിക്കുക. ശ്ലോകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, മലയാള അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോയാലും മതി. എന്നാലും ഇപ്പോൾ ഈ അടിസ്ഥാന ജ്യോതിഷ ക്ലാസ്സിൽ ശ്ലോകങ്ങളോ അങ്ങനെയൊന്നും സംസ്കൃത ശ്ലോകങ്ങളോ ഒന്നും വരുന്നില്ല. സാർ, നമുക്കിപ്പോ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസ് പഠിക്കുമ്പോൾ ഈ ദേവപ്രശ്നത്തിനൊക്കെ പോവാണ്. നമുക്കൊരു ഒരു വേദിയിൽ ഇരിക്കുമ്പോ ശ്ലോകങ്ങളൊക്കെ അത്യാവശ്യം അറിയാവുന്ന അതൊക്കെ വരുമോ സാറ്? അത് ദേവപ്രശ്നം പഠിക്കുമ്പോൾ നമ്മൾ ഇത് ദേവപ്രശ്ന ക്ലാസ്സും ഉണ്ട്. അത് നിങ്ങൾ ആദ്യം അടിസ്ഥാന ജ്യോതിഷ ക്ലാസ് പഠിക്കണം. അതിനുശേഷം പ്രശ്നം മുഹൂർത്തം പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ദേവപ്രശ്നം പഠിക്കാൻ പറ്റത്തുള്ളൂ. ഈ പ്രശ്ന മുഹൂർത്തം പഠിച്ചതിന് ശേഷം മാത്രമേ ദേവപ്രശ്നം പഠിക്കാൻ പറ്റത്തുള്ളൂ. ദേവപ്രശ്നം നിർബന്ധമായും നമ്മൾ ശ്ലോകങ്ങൾ പറഞ്ഞു തരും. അത് ഏത് ഗ്രന്ഥത്തിലാണ്, എത്രാമത്തെ ശ്ലോകമാണ് എന്നെല്ലാം ക്ലാസ് പറയും. അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോണം. ആ ശ്ലോകങ്ങൾ പഠിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ദേവപ്രശ്നത്തിന് ശ്ലോകം നിർബന്ധമാണ്. പിന്നെ സാർ, നമുക്ക് അതേമാതിരി ഈ ജ്യോതിഷനാണ് ഈ ഗ്രഹപൂജ ചെയ്യേണ്ടതെന്ന് പറയണോ? അങ്ങനെ എന്തെങ്കിലും ശരിക്കും അങ്ങനെയാണോ ശരിക്കും സാർ? അല്ല, നമ്മൾ ഈ സാധാരണ ഈ ഗ്രഹങ്ങളുടെ ഒക്കെ പൂജ ചെയ്യില്ലേ ഓരോ പ്രശ്നത്തിനും, ദേവപ്രശ്ന സമയത്തൊക്കെ, അഷ്ടമംഗല പ്രശ്നത്തിനൊക്കെ? അഷ്ടമംഗല പ്രശ്നത്തിനൊക്കെ ആണെങ്കിൽ, അല്ലാതെ ദേവപ്രശ്നത്തിനൊക്കെ ആണെങ്കിൽ ആ ക്ഷേത്രത്തിൽ തിരുമേനി ചെയ്യും. അല്ലാതെ നമ്മൾ ഒരു വീട്ടിൽ ഒരു അഷ്ടമംഗല പ്രശ്നം അല്ലെങ്കിൽ വീട്ടിലെ ഒരു കുടുംബ പ്രശ്നം വയ്ക്കാൻ പോകുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യും. ഓക്കെ. പിന്നെ സാർ, നമ്മൾ എൻ്റെ അടുത്ത് ഒരു ജ്യോതിഷം പറഞ്ഞു, ഈ ജാതകദേശം പറഞ്ഞ ജാതകാദേശം പുസ്തകം അത് പഠിച്ചിട്ടേ അത് പഠിച്ചില്ലെങ്കിൽ ശരിക്കും ജാതകം എഴുതാൻ കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ സാറേ ശരിക്കും? ഇല്ല, അതിലൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ഈ ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ രീതി എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ എൻ്റെ അടുത്ത് വേറെ ആൾ പറഞ്ഞു, ഈ കാൽക്കുലേഷനാണ് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരിക. അത് ഈ അടിസ്ഥാനത്തില് അത് ഒരുപാട് കൺഫ്യൂസ്. ഗണിതം നമ്മളെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കും. അതായത് പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ ഇന്ന് SLC അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പഠനങ്ങളെല്ലാം വന്നതാണ് നിങ്ങളെല്ലാവരും.
പണ്ട് കാലത്ത് ഇത്രയും അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തിരുന്ന ആൾക്കാർ കൈകാര്യം ചെയ്തിരുന്ന ഗണിതം ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? ഇതൊക്കെ വളരെ ലളിതമായ രീതിയിൽ നമ്മൾ ഗണിതം പഠിക്കും. ഇവിടുത്തെ 14ാമത്തെ ചാപ്റ്ററാണ് ഗണിതം വരുന്നത്. അത് ഇന്നിപ്പം നമ്മൾ കൂടുതലും എല്ലാവരും ഈ മൊബൈലിൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം നോക്കുന്നത്, ഗ്രഹനിലയൊക്കെ എടുക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്തും സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രഹനിലയൊക്കെ കിട്ടും. പക്ഷേ ഇപ്പം നമ്മളിത് എങ്ങനെയാണ് ഇത് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയിരുന്നിരിക്കും. കാരണം ഒരാൾ വന്നിരിക്കുമ്പം പഞ്ചാംഗമൊക്കെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് കുറേ ഒരു ഗ്രഹനില തയ്യാറാക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അത്ര സമയം ഒരു വരുന്ന കസ്റ്റമർ ഇരിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, അതിലേക്ക് ആശ്രയിക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ ആ സമയത്ത് അത് അതുകൊണ്ട് എന്നാലും ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ട് എങ്ങനെയാണ് ഗ്രഹനില വന്നത്, എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങൾ കണ്ടുപിടിച്ചത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം നമ്മുടെ ഈ ബേസിക് ക്ലാസ്സിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിപ്പോൾ നിങ്ങളുടെ ഫീസ് അടച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം പ്രത്യേക ഒരു ഗ്രൂപ്പിലോട്ട് മാറ്റും. അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഈ 1-2 ക്ലാസ്സുകൾ മാത്രമേ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഗ്രൂപ്പിൽ വീഡിയോ ആയിട്ട് ഇട്ട് തരത്തുള്ളൂ. അതിനുശേഷം വരുന്ന എല്ലാ ക്ലാസ്സുകളും ഈ മൊബൈൽ ആപ്ലിക്കേഷനിലായിരിക്കും ഇടുന്നത്. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മനസ്സിലാക്കാനും എല്ലാം പറ്റും. നോട്ട്സും എല്ലാം ഈ മൊബൈൽ ആപ്ലിക്കേഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഫീസ് അടയ്ക്കുന്നവർക്ക് അടച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ ഗ്രൂപ്പ് ഫോം ചെയ്യും. ഇതിൽ അടുത്ത ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ഫോം ചെയ്യും. അതിനടുത്ത് 3ാമത്തെ ക്ലാസ്സുകൾക്ക് നമ്മൾ ഫീസ് അടച്ചവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ ഫീസ് അടയ്ക്കാനുള്ള അവകാശം തരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നവരാണ്. അപ്പോൾ എന്താണ് ജ്യോതിഷം, നിങ്ങൾക്ക് ഓൺലൈനിലാണ് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ, ഇതെങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് അവരുടെ ഒരു ആശങ്ക ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നിങ്ങളോടൊക്കെ ഫീസ് ചോദിക്കുന്നത് തന്നെ ശരിയായൊരു ഇതല്ല. അതുകൊണ്ടാണ് ആരുടെയൊന്നും ഫീസ് ചോദിക്കാത്ത ഫീസിനെ പറ്റി പറയാത്തത്. പിന്നെ നിങ്ങൾ 1-2 ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാം, ഇത് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഇപ്പം നിങ്ങളുടെ ബാച്ച് തന്നെ ഏകദേശം 33ാമത്തെ ബാച്ചാണ്. ഇതുപോലെ 30 ഏകദേശം നമ്മളൊരു നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഓൺലൈനിൽ. അതിന് മുമ്പ് ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് പഠിച്ച് ഇപ്പം ദേവപ്രശ്നം വരെ പഠിച്ച ആൾക്കാർ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട്. ദേവപ്രശ്നം കൈകാര്യം ചെയ്യുന്നവരുണ്ട്, വലിയ വലിയ ജ്യോതിഷാലയിൽ നടത്തുന്നവരും ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നന്നായി പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഡെയിലി ഒരു എത്ര മണിക്കൂർ സ്പെയർ ചെയ്യണം സാറേ ഈ ജ്യോതിഷം പഠിക്കാൻ? ഓരോ ചാപ്റ്ററായിട്ടാണ്. ഓരോ ചാപ്റ്റർ നിങ്ങൾ ഒന്ന് ദിവസം ഒന്ന് ഓടിച്ച് വായിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ക്ലാസ്സിൻ്റെ അവസാനം സാറിനോട് ചോദിക്കാൻ സാറത് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ചോദിക്കാം. ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഒരു ക്യാപ്സ്യൂൾ ഫോമിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാധാരണ എടുത്ത് വളരെ രീതിയിൽ ആദ്യം 24 ചാപ്റ്ററായിരുന്നു നമുക്കുണ്ടായിരുന്നത്. 24 ചാപ്റ്റർ പിന്നെ നമ്മൾ കുറച്ച് കുറേ കാര്യങ്ങൾ കൂട്ടി അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഇതിനകത്ത് ബേസിക്കിൽ വരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഈ ബേസിക് പഠനം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് സമയം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഗ്രഹനില എടുക്കാനും ആ ഗ്രഹനില നോക്കി അത്യാവശ്യം കുറച്ച് ഫലങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്ക് സാധിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള ആണെങ്കിലും ഒരു കല്യാണമൊക്കെ വരുമ്പോൾ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അങ്ങനെയുണ്ട് ഈ പയ്യൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനും അതിന് തീരുമാനം എടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പം അങ്ങനെയുള്ള വളരെ ലളിതമായിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ നിങ്ങൾ തരുന്ന നോട്ട്സൊക്കെ ഒന്ന് ആവർത്തിയൊക്കെ വായിക്കുക, സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ക്ലാസ്സിൻ്റെ അവസാനം ചോദിക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ബേസിക് എന്താ അറിയോ സാർ, നിങ്ങൾക്ക് അഡ്വാൻസ് ക്ലാസ്സൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ തോന്നില്ല. നിറയെ സ്ഥലത്ത് എന്താ സാറേ നമ്മൾ ഈ ജ്യോതിഷത്തിന്റെ പേര് പറഞ്ഞ് പറ്റിക്കുക, ശരിക്കും പഠിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ നമുക്ക് നല്ല ജെന്യുവൻ ആണെന്ന് തോന്നി. അങ്ങനെ ഒരുപാട് നമ്മളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ നടക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മളുമൊക്കെ ഞാനുമൊക്കെ ജ്യോതിഷമൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ജ്യോതിഷം വാസ്തുവൊക്കെ പഠിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പറ്റിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നീടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള വഴിയിൽ
കാണാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ ആ നിങ്ങളിപ്പോ എന്തായാലും നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുക. ഇവിടെയാണെങ്കിൽ നമുക്ക് ജ്യോതിഷത്തിന് തന്നെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ബേസിക് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രശ്നം ആ മുഹൂർത്തം എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്, പിന്നെ ഈ വിവാഹ പൊരുത്തം ജാതക ഉം, വിശകലനം എന്ന് പറയുന്ന ഒരു എക്സാമിനുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഇന്ന് അതിന്റെ ക്ലാസ്സൊന്നും ഉം, തുടങ്ങിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഉം, അത് അഡ്വാൻസ് ക്ലാസ്സാണ്. കുറച്ച് ഇപ്പൊ ഈ പ്രശ്ന മുഹൂർത്തം പഠിച്ചവർക്ക് അതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവപ്രശ്ന ക്ലാസ് ഉണ്ട്. ഉം, അങ്ങനെ 4 ടൈപ്പ് ക്ലാസ്സുകൾ ഉം. നമ്മളിവിടെ ഉണ്ട്. ഏകദേശം ഒരു 4 ടൈപ്പ് പിന്നെ അത് കൂടാതെ തന്നെ ശംഖുജ്യോതിഷം ഉണ്ട്. അതേപോലെ പിന്നെ തന്നെ അതേപോലെ തന്നെ ജ്യോതിഷം, സംഖ്യജ്യോതിഷം, പെരുല ജ്യോതിഷം ഇതെല്ലാം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അത് നിങ്ങൾ ഇനി ഭാവിയിൽ നിങ്ങളുടെ ഉം. ക്ലാസ്സിന്റെ ഗ്രൂപ്പുകളിലൊക്കെ അതിന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ അതെല്ലാം ചേരാം. എന്തായാലും ഈ ദേവപ്രശ്നം ആ ഉൾപ്പെട്ട ക്ലാസ്സുകൾ ഒരു 3 വർഷം മെനക്കെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് ഈ ദേവപ്രശ്ന ക്ലാസ്സുകൾ ഉൾപ്പെടെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ. പിന്നെ സാർ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഗുരുനാഥന്മാരായ നിങ്ങളുടെ കൂടെയോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള വേദി എന്തെങ്കിലും പ്രാക്ടീസ് കിട്ടുമോ? ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ പിന്നെ ആ ഓൺലൈൻ അസ്ട്രോളജറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി തരാം. അപ്പൊ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടും. ഉം, ഓൺലൈനിൽ ഒരാൾ ഒരു ഉം, ഡേറ്റ് ഓഫ് ബർത്തും സമയവും തരുമ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് പിന്നെ ഗ്രഹനില എടുത്ത് ഫലങ്ങൾ പറയുക, അവർക്ക് അത് പ്രശ്നമൊന്നുമില്ല. പഠിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് നമുക്കൊരു ജ്യോതിഷിയായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഏകദേശം നിങ്ങൾ ഇപ്പൊ 2 ഓക്കെ. വർഷം എടുക്കും. ആ ആ ആ ഓക്കെ. ഓക്കെ മാഡം. സാർ ഈ ചൊവ്വാഴ്ച ഉള്ള ക്ലാസ് 8:30 തന്നെ നമ്മുടെ ആയിരിക്കും. എല്ലാ ക്ലാസ്സുകളും 8:30 മണിക്കായിരിക്കും ക്ലാസ്. പിന്നെ ഇപ്പൊ ഈ മാസത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു, അത് ഒന്നുകൂടി ഗ്രൂപ്പിലിടും. പിന്നെ അടുത്ത മാസം നമ്മൾ 1-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഇടും, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ടൈം ടേബിൾ ഇടും ഇത്ര. അപ്പൊ അത് നിങ്ങൾ നോട്ട്ബുക്കിലും അപ്പൊ എല്ലാ മാസവും നിങ്ങൾക്ക് അത് ചൊവ്വാഴ്ച തന്നെ ആയിരിക്കും, വേറെ നമ്മുടെ ദിവസമായിരിക്കുമോ? എല്ലാ ചൊവ്വാഴ്ച നമുക്ക് തന്നെ ഇതിലേക്ക് ക്ലാസ് ഇതിലേക്ക് ഉണ്ട്. അറിയാം. പക്ഷേ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇല്ല സാർ, എനിക്ക് ചൊവ്വാഴ്ച കുറച്ച് വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഞാനിപ്പോ ഞായറാഴ്ച ഈ ക്ലാസ് ആയതാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ചൊവ്വാഴ്ച ശരിക്കും എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത 8:30. മാസം തൊട്ട് ചേഞ്ച് വരുത്താം. ഇത്തവണ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ എല്ലാ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ ആ വീഡിയോകളൊക്കെ കാണുക, സംശയങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇപ്പോൾ ഓണോ വിഷുവൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ചിലപ്പോൾ ഒരു ദിവസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ സാറിനോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ചിലപ്പം മാറ്റും. അതൊക്കെ നേരത്തെ അറിയിക്കും നിങ്ങളെ. എന്തായാലും പിന്നെ വീഡിയോ തരാം, വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാറേ പറ്റും. എന്നിട്ട് ക്ലാസ് ഇപ്പൊ ഈ മാസത്തെ അടുത്ത മാസം എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത മാസം തൊട്ട് അടുത്ത മാസം മീൻസ് പിന്നെ ജൂലൈ മാസം. ഓഗസ്റ്റിൽ. ജൂലൈയിൽ. ജൂലൈ ആ മാസം അപ്പം ജൂണിലുള്ള ഡൗട്ട്സ് നമുക്ക് പിന്നെ ജൂലൈയിലേ ചോദിക്കാൻ പറ്റുള്ളൂ വാട്സപ്പ് അല്ലേ? ഗ്രൂപ്പിൽ ചോദിക്കാൻ എനിക്ക് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കാം. വാട്സപ്പ് ചെയ്താൽ മതി. കൂടുതലും ഈ വിളിക്കുന്നതിനേക്കാളും നല്ലത് വാട്സപ്പിൽ മെസ്സേജ്, വോയിസ് മെസ്സേജ് ഇട്ടാലും മതി. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഈ നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജുകൾ അയച്ചാൽ മതി. ഓക്കെ. സാറേ ഒരു സംശയമുണ്ടേ. ഈ നമ്മൾ ജ്യോതിഷം പഠിക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ഈ പഞ്ചാംഗം ഒന്ന് നോക്കാനൊക്കെ പഠിപ്പിക്കുവോ? പഞ്ചാംഗം പഞ്ചാംഗത്തിന്റെ അതെങ്ങനെയാണ്? 10-ാമത്തെ ചാപ്റ്ററാണ് പഞ്ചാംഗത്തെ പറ്റിയുള്ള ചാർട്ട്. അത് എങ്ങനെയാണ് പഞ്ചാംഗം നോക്കേണ്ടത്, പിന്നെ നിങ്ങൾക്ക് എല്ലാവരും പഞ്ചാംഗം വാങ്ങേണ്ടി വരും. അതെല്ലാം പറയുന്ന സമയത്ത് നിങ്ങൾ പഞ്ചാംഗം വാങ്ങുക. കാരണം നമ്മുടെ ഈ ഗണിതമൊക്കെ പഠിക്കണമെങ്കിൽ പഞ്ചാംഗം വേണം. ആ പഞ്ചാംഗം നോക്കി പഞ്ചാംഗത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിപ്പിച്ചു തരും. പഞ്ചാംഗ വിഷയം തന്നെ 10-ാമത്തെ ചാപ്റ്ററായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേമാതിരി നമ്മൾ ജ്യോതിഷം നോക്കുമ്പോൾ ദക്ഷിണ നിറയെ പേര് ചോദിച്ചു വാങ്ങിക്കട്ടെ. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം ഉണ്ട് സാർ. അതിനെ കുറിച്ചൊന്ന് പറയൂ, ബേസിക് അത് പഠിപ്പിക്കുമ്പോൾ. നമ്മള് സാധാരണ ജ്യോതിഷം കാണാൻ വരുന്നവര് ദക്ഷിണ തരും. അവര് ചിലപ്പോൾ ചോദിക്കും എത്രയാണ് ഉം, ദക്ഷിണ എന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ കഴിവിനനുസരിച്ച് തരിക എന്ന് പറയാം. അപ്പം അവരുടെ കഴിവ് നല്ല ഉം, കഴിവുള്ളവരാണ്, അതനുസരിച്ച് തരും. കഴിവ് കുറഞ്ഞവരാണെങ്കിൽ അതനുസരിച്ച് തരും. അപ്പം തൽക്കാലം നിങ്ങൾ ആദ്യം ആരോടും ചോദിച്ച് വാങ്ങാനൊന്നും വേണ്ട. നിങ്ങൾ കുറച്ച് പ്രൊഫഷണലായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാം എനിക്ക് ഇത്ര രൂപയാണ് അത് ഫീസ് എന്ന് നിങ്ങൾക്ക് പറയാം. അതങ്ങനെ പറഞ്ഞ് വാങ്ങിക്കാറൊക്കെ ഉണ്ട് ആൾക്കാർ. നമ്മളത് ഉം. പക്ഷെ അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചാൽ നമ്മൾ പറയുന്ന പ്രവചനം തെറ്റും. അങ്ങനെയൊന്നുമില്ല. ഇതൊരു അങ്ങനെ എനർജി ട്രാൻസ്ഫറാണ്. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി വളരെ സ്ട്രെയിൻ എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അയാൾക്ക് വേണ്ടി ഒരു ഫലങ്ങൾ പറയുമ്പോൾ ആ ഒരു നിങ്ങളിൽ നിന്നുള്ള എനർജിയാണ് അയാളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ അയാളിൽ നിന്ന് തിരിച്ചൊരു എനർജി നിങ്ങൾക്ക് കിട്ടണം, എന്നാലേ അതൊരു ബാലൻസിങ് വരത്തുള്ളൂ. ഉം, അതുകൊണ്ട് ഇത് പഴയ കാലമല്ല, കാലം മാറിയതനുസരിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കണം.
അല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വേറെ അസ്ട്രോളജർ പറയണ കേട്ടു, എത്ര ദക്ഷിണ ചോദിച്ചപ്പോ ഇപ്പൊ എല്ലാവിടെയും 500 കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മിനിമം 500 ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ അത് പറയാതിരിക്കുക. കാര്യം ഇതിന് ഫീസ് വാങ്ങിച്ച് മാത്രമേ നിങ്ങൾ ഫീസ് കൊടുത്തല്ലേ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഫീസ് വാങ്ങണ്ടേ? കാര്യം പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുമ്പോൾ അന്ന് മനുഷ്യന് വേറെ ജോലിയൊന്നുമില്ല. അപ്പം അവർക്ക് രാവിലെ തൊട്ട് ഗുരുവിന്റെ വീട്ടിൽ പോയിരിക്കാം, ഗുരുവിനെ സഹായിക്കാം, ഗുരു ആരെങ്കിലും പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയില്ല, അല്ലാതെ ക്ലാസ്സായിട്ടൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പം നമ്മുടെ വേറെ പഠിക്കുമ്പോൾ നമ്മുടെ അധ്വാനം മൊത്തം അവിടെ ചിലവാക്കിയത്, അവിടെ ഫീസ് കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാർ പറയുന്നത് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കേണ്ടതാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് നമ്മുടെ അധ്വാനമാണ് അവിടെ ചിലവാക്കുന്നത്, നമ്മുടെ സമയമാണ് അവിടെ ചിലവാക്കുന്നത്, അല്ലാതെ ഒരിക്കലും നമ്മളവിടെ ഫീസ് കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ അധ്വാനം അതിൻ്റെ ഒരു വഴിക്ക് നടക്കുകയും ചെയ്യുന്ന അതിൽ നിന്ന് തുച്ഛമായ തുക നമ്മൾ ഇതിനു വേണ്ടി മാറ്റുകയാണ്. അപ്പോൾ അതിനൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാർ ഒരുപാട് വാങ്ങരുത്, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് വാങ്ങാം, ചെറിയ രീതിയിൽ അത് വാങ്ങുക. പിന്നെ നിങ്ങളുടെ പ്രവചനങ്ങൾ നന്നായി വരുമ്പോൾ നിങ്ങളെ തേടി ആൾക്കാർ വരും, അതാണ് ആവശ്യം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന പ്രവചനങ്ങൾ നന്നായി കൃത്യമായി വരുമ്പോഴത്തേക്കും ആ വരുന്ന ആൾക്കാർ മറ്റുള്ളവരോട് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് കസ്റ്റമർ വരും, മനസ്സിലായി. അപ്പം അതുകൊണ്ടപ്പോൾ നമ്മളൊന്ന് ചോദിക്കാതെ തന്നെ ആൾക്കാർ ചിലപ്പോൾ ഫീസും തന്നിട്ട് നല്ല രീതിയിൽ ഫീസ് തന്നിട്ട് പോകും. അത് വരുന്നവരുടെ സാറ്റിസ്ഫാക്ഷനാണ് ഇത് നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട ഉപാസന കാര്യങ്ങൾ അതെല്ലാം നമ്മളിവിടെ പറഞ്ഞു തരും. ഗ്രഹബന്ധനം രാശിബന്ധനം ഒക്കെ നമ്മളിവിടെ പറഞ്ഞു തരും. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായ പ്രവചനങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റു സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൻ്റെ തീയതി ഞാൻ പറഞ്ഞ തീയതി തന്നെ, 9-ാം തീയതി. എന്തായാലും ഗ്രൂപ്പിൽ